ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2149. നവംബർ മാസം 18-ാം തീയതി, ഈ ആണ്ടിലെ 322-ാമത്തെ ദിവസത്തിലെത്തി. സ്കറിയ പുരോഹിതന്റെയും ഏലിശബായുടെയും ജീവിതത്തെ ധ്യാന വിഷയമാക്കുമ്പോൾ, അതുപോലെ എന്നെങ്കിലും പ്രതീക്ഷ വെടിയാതെ കാത്തിരുന്നാൽ, പ്രത്യാശയോടെ നോക്കിപ്പാർത്തിരുന്നാൽ എന്റെയും ഈ ചെറിയ ജീവിതത്തിനകത്തേക്ക് അത്ഭുതകരമായ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഒരു നല്ല പ്രതീക്ഷയിൽ ഞാനും നോക്കിയിരിക്കുക. ഈ ഒരു സന്ദേശമൊക്കെയാണ് എന്നെ ബലപ്പെടുത്തുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം ഓർക്കണം. ദൈവത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടിട്ട് മറ്റു മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഞാൻ ഇടപെടാനായിട്ട് വിളിക്കപ്പെട്ട ഒരാളാണ് എന്ന് പലപ്പോഴും ഞാൻ മറന്നുപോകുന്നു. അതെ, ദൈവം തെരഞ്ഞെടുത്ത, വിളിച്ച് വേർതിരിച്ച ഗബ്രിയേലിൽ ഒരാളാണ് ഞാനും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തുമാത്രം സഹാനുഭൂതിയോടും മനസ്സലിവോടും കരുണയോടും കൂടി മനുഷ്യരെ പരിഗണിക്കണം, അവരെ പരിശോധിക്കണം. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തങ്ങളിൽ പെട്ടുപോയ ആൾക്കൂട്ടത്തെ പരിചരിക്കാനായിട്ട്, പരിപാലിക്കാനായിട്ട്, അവരെ ഒന്ന് സഹായിപ്പാനായിട്ടൊക്കെ ആളുകൾക്ക് താല്പര്യമുണ്ടാവും. കാരണം അവര് എല്ലാവരുടെയും പൊതുശ്രദ്ധയിലേക്ക് എത്തുന്നുണ്ട് ആ ദുരന്തത്തിന്റെ കാരണത്താൽ തന്നെ. മാത്രമല്ല, അതിൽ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഞാനും വല്ലാതെ നല്ലതായി ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ ആൾക്കൂട്ടത്തിനകത്ത് ദുഃഖത്തിന്റെയും വിഷമത്തിന്റെയും അമിത ഭാരം വഹിച്ച് ഏകാന്തതയിൽ പെട്ടുപോയ മനുഷ്യരുണ്ട്. ദൈവം എങ്ങനെയാണ് കൃത്യമായി സക്കറിയ പുരോഹിതന്റെയും ഏലിശബായുടെ ജീവിതത്തിലേക്ക് എത്തിയത്? അപരിചിതരുടെ അനുഭവങ്ങളോട് അകലെ നിന്ന് മാത്രമാണ് മിക്കവാറും നമ്മളൊക്കെ പ്രതികരിക്കുന്നത്. അപരിചിതരുടെ അനുഭവങ്ങളല്ലേ. പരിചിതരുടെ ആയിരുന്നെങ്കിൽ ഞാൻ കുറെ കൂടി അടുത്ത് നിന്ന് ഇടപെട്ടേനെ. ഇപ്പൊ സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കുറെ കൂടി ഒന്ന് കണ്ടെത്തണ്ടേ? അതിന് നമുക്ക് ദൈവത്തിന്റെ മിഴികൾ ആവശ്യമാണ് കേട്ടോ. കണ്ണിന് കാഴ്ച തെളിയാനായിട്ട് എന്നിൽ നിന്ന് അഞ്ജനം വാങ്ങി കണ്ണിൽ തേക്കൂ എന്ന് പറയുന്ന ഒരു വചനമുണ്ട് വെളിപാട് പുസ്തകത്തിനകത്ത്. തീർച്ചയായിട്ടും കാഴ്ചയെ ഒന്നും കൂടി ഒന്ന് ക്രമപ്പെടുത്തണം, കാഴ്ചയെ ഒന്നും കൂടി ഒന്ന് ക്രമീകരിക്കണം. അതുകൊണ്ട് തന്നെ ഒപ്പമുള്ള മനുഷ്യരുടെ നഷ്ടങ്ങളെയും സങ്കടങ്ങളെയും ഇല്ലായ്മകളെയും കുറവുകളെയും കുറെ കൂടി ഒന്ന് നമുക്ക് പരിഗണിച്ചേ മതിയാവും. പ്രിയങ്ങളൊക്കെ നഷ്ടപ്പെടുന്നവരുടെ കൂടെ അവർക്കൊപ്പം നിൽക്കുന്നതിനേക്കാൾ വലിയ പുണ്യമൊന്നുമില്ല. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു ദുരന്തങ്ങളെ നമ്മൾ കുറെ കൂടി താല്പര്യത്തോടുകൂടി പരിഗണിച്ചേ മതിയാവും. പൊതു ദുരന്തങ്ങളിൽ നമ്മൾ എടുക്കുന്ന ചില സാമൂഹിക ക്ഷേമ ശുശ്രൂഷ നിലപാടുകൾ അത് നല്ലതാണ്. അത് തന്നെ നമ്മൾ ഒറ്റപ്പെട്ട ഏകാന്തതയിൽ പെട്ട ചില വ്യക്തികളെ കൂടി പരിഗണിക്കേണ്ടേ? തീർച്ചയായിട്ടും പരിഗണിക്കണം. അവിടെയാണ് ഇത് ദൈവം കൃത്യമായി സ്കറിയ പുരോഹിതന്റെയും ഏലിശബായുടെയും ആ ചെറിയ ദാമ്പത്യത്തിനകത്തേക്ക് നമ്മുടെ കാഴ്ചപ്പാട് വളരെ വൈകിയ വേളയിൽ പ്രവേശിക്കുന്നത്. മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വൈകിട്ടുണ്ടെങ്കിലും ഇനിയും നമ്മൾ ഒന്ന് അനുഭൂതിയോടും അനുഭാവത്തോടും കരുണയോടും കൂടി പ്രവേശിക്കണം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.